എന്താണ് ഈ കോൺഗ്രസ്സുകാരുടെ അവസ്ഥ? ചെറിയ കുട്ടികൾ തല്ലിടുമ്പോൾ മുതിർന്നവരാണ് മാറ്റി നിർത്താറ്. ഇത് മുതിർന്നവർ തല്ലിടുമ്പോൾ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യും? ഇപ്പൊ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് സുധാകരനെ മാറ്റണമെന്ന്. എന്തിനാണ് മാറ്റണത്? ഇനിയിപ്പോൾ അങ്ങനെ മാറ്റുകയാണെങ്കിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോരെ, മാസങ്ങളോളല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ബദൽ നിങ്ങൾ ആരാണ് പറഞ്ഞത്? ഈ നിങ്ങൾ പറഞ്ഞ രണ്ടാളുകളെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയോ? അങ്ങനെ നിങ്ങൾ പാർട്ടിനെ വളർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, മാറ്റാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് കരുണാകരൻ്റെ മകനെ മുരളീധരനാക്കി കൂടെ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. DCC ഓഫീസിൻ്റെ ഉദ്ഘാടനം കോഴിക്കോട് നേതാക്കന്മാർ എന്താ കാട്ടിക്കൂട്ടിയത്? ഉമ്മൻചാണ്ടിൻ്റെ മോൻ ജയിച്ച് അന്ന് വാർത്താ സമ്മേളനത്തിൽ നമ്മളെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എന്താ കാട്ടിക്കൂട്ടിയ? മൈക്ക് അങ്ങോട്ട് കണ്ടിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് അങ്ങനെയാണെന്ന്. നിങ്ങൾ പാർട്ടിനെ വളർത്താണെങ്കിൽ പാർട്ടിനെ വളർത്താൻ നോക്ക്. അല്ല തമ്മിൽ തല്ലാണെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കണ്ട. കോഴിക്കോട് ജില്ലയിൽ 25 വർഷമായി കോൺഗ്രസിന് ഒരു MLA ഉണ്ടായിട്ട്. നിങ്ങൾ പാർട്ടിനെ വളർത്തി. നിങ്ങൾക്ക് എന്തിൻ്റെ കുറവുള്ളത്? നിങ്ങളെ പിന്നിൽ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്ത് നല്ല അടിപൊളി ഘടകകക്ഷികളുണ്ട്, പാറ പോലെ ഉറച്ചു നിൽക്കണേ. ഞാനൊരു കോൺഗ്രസ്സുകാരനൊന്നല്ല, പക്ഷെ കോൺഗ്രസ് പാർട്ടിയെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ബദൽ വെക്കാനുള്ള ഒരു മതേതര പാർട്ടി ഇല്ല. കോൺഗ്രസ് തളരാൻ പാടില്ല, കോൺഗ്രസ് നിലനിൽക്കണം, കോൺഗ്രസ് വളരണം. അതാണ് ഇവിടെ കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പരാജയപ്പെടുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജയിക്കണത്. നിങ്ങൾ എന്തിനാണ് ഇവിടെ തല്ലുകൂടണത്? ജനങ്ങൾക്ക് വേണ്ടിയാ? നിങ്ങളെ നിലനിൽപ്പിനോ? നിങ്ങളെ ആ തല്ലുകൂടലൊന്നും ജനങ്ങൾക്ക് കാണാൻ നേരമില്ല. നിങ്ങൾ പാർട്ടിക്കും സമൂഹത്തിനും ഈ നേതൃത്വത്തിനും നിങ്ങൾ മുന്നോട്ട് പോവാ.